അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ട്രാൻസ് വുമൺ ദീപ്തി കല്യാണിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്കെതിരെ കേസെടുത്തു. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. കുടുംബത്തിൽ കയറി നിറങ്ങാൻ നിന്നെ ഞാൻ വിടുന്നു വിചാരിച്ചു. നീ ആരാണ്? ഇവനാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? ഇവനെ കണ്ട കടവിൽ കഞ്ചാവ് വിളിച്ചോടപ്പല്ലേ നാട്ടില് കാലൂത്തി കാണിക്കടാ. നീ കാസർഗോഡ് കാലൂത്തി കാണിക്കേ. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്നെ ചുട്ട് കരിക്കൂടാ. ഇതോടുകൂടി നിനക്ക് കസ്റ്റമേഴ്സ് ആണല്ലോ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ധന്യ സോഷ്യൽ മീഡിയയിൽ മുമ്പും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഈ അടുത്താണ് പ്രശ്നം ഉണ്ടായത്. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. ഈ യുവതി ട്രാൻസ്വുമണായ ദീപ്തി കല്യാണിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതായത് ഇവർക്കെതിരെ ഇവർ HIV പരത്തുന്ന വനിതയാണെന്നും സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതായത് ഒരു ആളാണ് എന്നുള്ളവരുടെ കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പ്രധാനമായും നടത്തിയത്. ഇതിനെതിരെ ഇവർ നൽകിയ പരാതി, ദീപ്തി നൽകിയ പരാതിയിലാണ് സൈബർ പോലീസാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. BNS-ലെയും അതുപോലെ തന്നെ IT ആക്ടിലെയും കേരള പോലീസ് ആക്ടിലെയും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരവും എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എല്ലാം തന്നെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. 6 വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.